അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ദിക്റുകളിൽ വലിയ സ്ഥാനമുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് 99 രോഗങ്ങൾക്ക് മരുന്നാണ്, ശിഫ ആണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മനസ്സിൻ്റെ ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, സന്താപങ്ങൾ അള്ളാഹു മാറ്റി നൽകുമെന്നാൻ. വീടില്ലാത്തവരെ പറഞ്ഞോളുക, മക്കളില്ലാത്തവരെ നിങ്ങൾ പറയുക, ജോലിയില്ലാത്തവരെ പറയുക. ഈ ഒരു ദിക്ർ ഇങ്ങനെ പറഞ്ഞോ, മനസ്സിൻ്റെ എന്ത് ടെൻഷനാണെങ്കിലും അള്ളാഹു മാറ്റുന്നതാണ്. ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു കാക്കും. ഈ ദിക്ർ ഒരുപാട് പറയുന്നവർ ദാരിദ്ര്യം ഇല്ലാതാക്കും, കടങ്ങൾ മാറ്റിത്തരും. ഇത് സ്ഥിരമായി പറയുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം, നരകമോചനം അല്ലാഹു നൽകും. കണ്ണേർ, സിഹിർ, നാന്തോഷങ്ങൾ, കരിനാക്ക്, അസൂയയുള്ളവരുടെ അസൂയയെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ ലാ ഹൗല എന്ന ദിക്ർ നമ്മൾ പതിവാക്കണേ. പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്കൊക്കെ പ്രയാസങ്ങൾ കൂടി വരികയല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 101 പ്രാവശ്യം ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നമുക്ക് ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലണം, മാറി നിൽക്കരുത്. ഉദു വേണ്ട, വലിയ ശുദ്ധിയാണെങ്കിലും ചെറിയ ശുദ്ധിയാണെങ്കിലും എന്താണെങ്കിലും ഈ ദിക്ർ പറയാവുന്നതാണ്. ജോലി തിരക്കാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞോളി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്താ അതിന്റെ ഒരു അർത്ഥം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചാലോ. ലാ ഹൗല വലാ ഖുവത, ഒരു തെറ്റലുമില്ല, ഒരു ശക്തിയുമില്ല, അല്ലാഹു അല്ലാതെ ഒരു ശക്തിയും ഇല്ല. അതായത് എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് നൽകാൻ, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് ആ ദിക്റിൻ്റെ മൊത്തത്തിലെ അർത്ഥം. ഇത്രേ ഉള്ളൂ. പക്ഷേ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ദിക്ർ ചൊല്ലുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഉമ്മമാരൊക്കെ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ദിക്ർ പറയാവുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
العظيم لا حول ولا قوة إلا بالله العلي 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 العظيم
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞു വരുന്ന ഏത് മാസത്തിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പറഞ്ഞാൽ ഒരുപാട് കൂലിയുണ്ട്. മറക്കാതെ ദിക്ർ പറയുക. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദ് ഇത് ഏത് സമയത്താ ചൊല്ലേണ്ടത്? ഏത് സമയത്തും നമുക്ക് പറയാം. ബാത്റൂമിലല്ലാത്ത ഏത് സന്ദർഭത്തിലും നമുക്ക് ഈ ദിക്ർ പറയാവുന്നതാണ്. എത്രമാത്രം നമ്മൾ പറയുന്നു അത്രമാത്രം പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നിത്യമാക്കാൻ, അതുവഴി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.